Hi all, this is Cock. അതിരടി ഡയറക്ടർ അരുൺ അനിരുദ്ധൻ, പ്രൊഡ്യൂസേഴ്സ് ഡോക്ടർ അനന്തു സൈലം, അതുപോലെ തന്നെ ബേസിൽ ജോസഫ്. കോ പ്രൊഡ്യൂസേഴ്സ് ആയിട്ട് ടൊവിനോ തോമസ് ഉണ്ട്, സമീർ താഹിർ ഉണ്ട്. ഈ സിനിമയുടെ ഡയറക്ടർ കൂടിയായിട്ടുള്ള അരുൺ അനിരുദ്ധൻ തന്നെയാണ് എഴുതിയിരിക്കുന്നു. ഒപ്പം പോൾസൻസ്ക്ക് അറിയാം. പിന്നെ എടുത്തു പറയുന്നത് സാമുവൽ ഹെൻറി, ഇതിന്റെ DOP. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ക്യാൻവാസ്, അതായത് എസ്പെഷ്യലി ക്യാമ്പസ് സീൻസ്, ഇതിലെ കോൺസേർട്ട് സീൻസ്, പിന്നെ ചില മറ്റേ എന്താ ഈ ഉത്സവം പരിപാടി, അങ്ങനത്തെ വൺ വൈഡ് സാധനങ്ങളുണ്ട്. ആ ഫുൾ ഓഫ് ക്രൗഡ്. മറ്റേ പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ടല്ലോ ലൂസിഫറിൽ, നിറച്ച ആൾക്കാരാണെന്ന്. അതുപോലെ ആ നിറച്ച ആൾക്കാരാ. അപ്പൊ അത്രയും ക്രൗഡിനെ വെച്ചിട്ട് ഇദ്ദേഹം ഈ സാമുവൽ ഹെൻറി ചെയ്തിരിക്കുന്ന പരിപാടി, അതും വെറും ഫ്ലാറ്റായിട്ട് ഒന്നുമല്ല എടുത്തിരിക്കുന്നത്. അത്രയും കളർഫുൾ ആയിട്ട് ഭയങ്കര ഈസ്തെറ്റിക്കലി സ്ക്രീനിൽ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. അതിന്റെ കളർ കോൺട്രാസ്റ്റും അതിന്റെ കോമ്പിനേഷൻസും മൊത്തം ആ പാക്കേജും ലൈറ്റിങ്ങും മൊത്തം നൈറ്റ് ഷോട്ട്സും എല്ലാം വെച്ച് നോക്കാം. നൈറ്റ് ഷോട്ട്സ് മാത്രമല്ല, പിന്നെ ഡേയും ഉണ്ട്. അത് ഫുൾ ഔട്ട്ഡോർ സിനിമ. ക്യാമ്പസ് ആണെങ്കിലും ക്ലാസ് റൂം ഒന്നും കാണിക്കുന്ന പോലുമില്ല. അത്രയും വൈഡ് സാധനങ്ങൾ വാൻ പരിപാടിയിൽ ക്രൗഡിനെ വെച്ചിട്ട് ഇദ്ദേഹം കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പിന്നെ ചമൻ ചാക്കോണ്ട് പിന്നെ എഡിറ്റ് ചെയ്യുമ്പോൾ പിന്നെ നോക്കണ്ട പറഞ്ഞാൽ തിരിഞ്ഞു നോക്കണ്ടല്ല, അത് സെറ്റാണ്. ചമൻ ചാക്കോയുടെ പേര് കണ്ടു കഴിഞ്ഞാൽ മതി, പിന്നെ എഡിറ്റിംഗ് സെറ്റാണ്. കാരണം അത്രയും പടങ്ങൾ കണ്ടിട്ടുള്ള ഇത് വെച്ചിട്ട് പറയാം. വൺ എഡിറ്റിംഗ്, അതായത് പടപടയെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് കട്ട്സ്, വൺ അഡ്രാൽ കട്ട്സ്, ഞാൻ പറഞ്ഞില്ലേ കോൺസേർട്സിന്റെ കട്ട്സ്, അങ്ങനെ മൊത്തത്തിൽ ഈ രണ്ടുപേരും തമ്മിലുള്ള ഗിവ് ആൻഡ് ടേക്ക് പരിപാടി സെറ്റാണ്. മ്യൂസിക് ആൻഡ് ഒറിജിനൽ സ്കോർ വിഷ്ണു വിജയ്. അത് പിന്നെ ഒരു ഗ്യാരണ്ടിയാണ്, ഒരു മിനിമം ഗ്യാരണ്ടിയാണ്. ഒരിക്കലും മോശമാവില്ല നമുക്ക് ഉറപ്പാണ്. അതായത് ടോപ്പ് നോച്ച് വർക്കായിട്ട് എല്ലാം അങ്ങനെയല്ല, ബട്ട് വിഷ്ണു വിജയ് ഇസ് എ ഗ്യാരണ്ടി. അതുപോലെ തന്നെയാണ് ഈ സിനിമയിലും. ഒരുപാട് സോങ്സ് ഒന്നും കുത്തിക്കയറ്റി അങ്ങനെയൊന്നുമില്ല. ആകെ 1-2 സോങ്സ് ആണ്. അത് തന്നെ ഒരു ഓളത്തിനൊക്കെ പോണ സോങ്സ് ആണ്, പട്ടിഷോ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലാതെ സോങ് ആയിട്ട് അങ്ങനെ ഒരു സോങ് എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. ബട്ട് ഒറിജിനൽ സ്കോർ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, വൻ പരിപാടി ഇതേ ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ടൊവിനോ തോമസിന് കൊടുത്തിരിക്കുന്ന ഒരു ഫോക്കല്ല, ഒരു എന്താ പറയുക, ഒരു കൺട്രി സാധനം ഉണ്ടല്ലോ, ഒരു ലോക്കൽ സെറ്റപ്പിൽ വരുന്ന. അത് തന്നെ ഇതിൽ കുറച്ച് റെഫറൻസസ്, സാധാരണ റെഫറൻസസ് വരുമ്പം വൻ ഓളുള്ള പാട്ടുകളാണ് ഇതില്. പൂമാനം അതൊക്കെ കൊടുത്തിരിക്കുന്ന. പിന്നെ അതുപോലെ തന്നെ പിന്നെ ലാലേട്ടന്റെ ഭരതത്തില് രാമകഥ, ഗാനലയം, തമ്പുരുവിൽ, അതൊക്കെ കൊടുത്തിരിക്കുന്ന അതിന്റെ ഒരു ആ സീൻ അത് കൊടുത്തിരിക്കുന്ന സമയത്ത് ആ സീനിന് യോജിക്കുന്ന പാട്ടേ അല്ല. രണ്ട് എക്സ്ട്രീമിലി എൻറ്റയർലി എന്താ പറയാ, 2 എക്സ്ട്രീംസിൽ നിൽക്കുന്ന സീൻസും സോങ്ങും. പക്ഷെ അതൊക്കെ ജക്സസ്പോസ് ചെയ്തിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ കുറെ പരിപാടി ഡയറക്ടർക്ക് ഇതിൽ നന്നായിട്ട് പണിയറിയാം. പുള്ളിക്ക് ഇത് ചെയ്ത് ഒരു എന്റർടൈൻമെന്റ് വാല്യൂ കീപ്പ് ചെയ്തുകൊണ്ട്. ബട്ട് സീറോ ലോജിക്കാണ് ഇതില്. പല സ്ഥലത്ത് ഒരു ലോജിക്കും ഇല്ല. ഇതൊരു ഓളം പടമാണ്. പടത്തിനെ കുറിച്ച് പറയാം. അതിനിടയ്ക്ക് ദിസ് ടീഷർട്ട്, ഇത് ബേസിൽ ജോസഫ് ഒരു സീനിൽ, വിഷ്ണു അഗസ്തിയായിട്ടുള്ള ഒരു സീനിൽ, ദേ ആർ ബ്രദേഴ്സ്. അപ്പോൾ അവർ സംസാരിക്കുന്ന സമയത്ത് ബേസിൽ ഇട്ടിരിക്കുന്ന ടീഷർട്ടാണ്. അതുകൊണ്ടാണ് ഞാനിത് പിന്നെ ഇട്ടിരിക്കുന്നത്. ഹംസയാണ്, മഹറംസയാണ് ഇതിന്റെ കോസ്റ്റ്യൂംസ്. എസ്പെഷ്യലി ബേസിലിന്റെ കോസ്റ്റ്യൂംസ് സെറ്റായിരുന്നു. ഡീലിലുവിന്റെ കോസ്റ്റ്യൂംസും സെറ്റായിരുന്നു. ബാക്കി മൊത്തം ഇതൊരു കളർഫുൾ ആയിട്ടാണ് പടം എടുത്തു വെച്ചേക്കുന്നത്. ക്യാമ്പസ് ഫിലിമാണ്. ബട്ട് ക്യാമ്പസ് ഫിലിം എന്ന് പറയുന്ന സമയത്ത് ഇതൊരു 360 ഡിഗ്രി ക്യാമ്പസ് ഫിലിം അല്ല. അതായത് ക്യാമ്പസിലെ എല്ലാ കാര്യങ്ങളും, പഠനം, ടീച്ചേഴ്സ്, പിന്നെ മറ്റേത് മറിച്ചത്, ഒന്ന് പ്രണയം, ഫസ്റ്റ് ഇയേഴ്സ്, സെക്കൻഡ് ഇയേഴ്സ്, അങ്ങനെ എല്ലാം കാണിച്ച് അങ്ങനത്തെ ഒരു ക്യാമ്പസ് ഫോക്കസ്ഡ് ഫിലിം അല്ല. ഇതിനൊരു കോർ തീം വേറെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ബേസിലും അതുപോലെ തന്നെ വിഷ്ണു അഗസ്ത്യയും തമ്മിലുള്ള അവരുടെ ഒരു ബ്രോ ആൻഡ് ബ്രോ, ആ റിലേഷൻഷിപ്പിന്റെ അതിന്റെ ഒരു ഓൾഡ് സ്കൂൾ കൈൻഡ് ഓഫ് ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ ഉണ്ട്. അത് ഓൾഡ് സ്കൂൾ ആണെങ്കിലും സിനിമ നമുക്ക് തരുന്ന അത് ഒരു കണ്ടംപററി പക്ക ഒരു ക്യാമ്പസിന്റെ വൈബിലാണ് പോണത്. അപ്പൊ അത് ഒരു തുടക്കത്തിൽ തന്നെ അതൊരു ഇത് കാണിക്കുന്നത് ഒരു സ്റ്റാമ്പീഡ്. അത് കുസാറ്റിൽ 2023 നടന്നിട്ടുണ്ട് ഒരു സ്റ്റാമ്പീഡ്. അതിൽ കുറച്ച് പേര് മരിച്ചിട്ടുണ്ട്, കുറച്ച് വിദ്യാർത്ഥികൾ. അതിന് സമാനമായിട്ടുള്ള റെഫറൻസ് എടുത്തിട്ടാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ തുടർച്ചയായിട്ട് പിന്നെ സെയിം കോളേജിൽ ബേസിൽ പഠിക്കുകയാണ്. അപ്പോൾ ബേസിലിന്റെ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഹൈപ്പർ ആയിട്ടുള്ള, എല്ലാം ഞാൻ മാനേജ് ചെയ്യും, ഒരു ക്രൈസിസ് മാനേജർ ആയിട്ടുള്ള, ഭയങ്കര ഓവർ കോൺഫിഡൻസ് ഉള്ള ഒരാളായിട്ടാണ് ബേസിൽ. പക്കയാണ്. എസ്പെഷ്യലി ബേസിലിന്റെ ലുക്ക്
ബേസിലിന് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പണ്ട് അശ്വമേധത്തിൽ GS പ്രദീപിന്റെ കൂടെ ഉള്ളത് മുതൽ നമ്മൾ അത് പിന്നെ ഇപ്പം അടുത്ത് ഇതായതാണ്. ബട്ട് ബേസിലിന് ഇതിൽ ലുക്ക് എടുത്ത് പറഞ്ഞേ പറ്റും. അദ്ദേഹം അതിനെടുത്ത എഫേർട്ട്, അത് വെയിറ്റ് ലോസ് ആയി കഴിഞ്ഞാലും എന്തായി കഴിഞ്ഞാലും ഓൾറെഡി അദ്ദേഹത്തിന് ഉള്ള പ്രായം തോന്നൂല. അതൊരു ഫാക്റ്റാണ് ബേസിലിന്. അതൊരു അഡ്വാൻറ്റേജ് ആണ് അദ്ദേഹത്തിന്, ധനുഷിനെയൊക്കെ പോലെ. അപ്പോൾ ബേസിൽ കറക്റ്റ്. പിന്നെ ഓഫ് കോഴ്സ് പുള്ളിയുടെ ഹെയർ സ്റ്റൈലും പരിപാടിയും എൻട്രിങ്ങും മൊത്തത്തിൽ. പിന്നെ ബേസിലും ഈ ഡിലുലും, അതായത് റിയ ഷിബു ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ്. റിയ ഷിബുവിനൊന്നും അങ്ങനെ വല്ലാണ്ട് എന്താ പറയുക എല്ലാ സീൻസിലും കുത്തിക്കയറ്റി അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് ഹാഫിലൊന്നും തീരെ ഇല്ല. റിയ ഷിബുവിനെ കാണിക്കുന്നത് പോകുന്നുണ്ടല്ലാതെ അവർക്കൊരു ഒരു ഒരു പ്രോമനന്റ് റോൾ കൊടുത്ത് അങ്ങനെ ഒബ്ജക്ടിഫൈ ചെയ്യാൻ അങ്ങനെ ശ്രമിച്ചിട്ടൊന്നുമില്ല. അവർ ക്യാരക്ടർ ചെയ്തിട്ട് പോയി. അപ്പോൾ അതാണ്. അപ്പോൾ ബേസിലിന്റെ ക്യാരക്ടറും ആ ക്യാരക്ടറിന്റെ കൂടെ തന്നെ പോകുന്ന അദ്ദേഹത്തിന് ഒരു പരിപാടിക്ക് ഒരു ഇന്റൻഷൻ ഉണ്ട്. അത് സിനിമ കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അതാണ് കോർ തീം. ആ ഒരു കോർ ഇമോഷനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്നൊരു സിനിമയാണ്. അതിനോടൊപ്പം പിന്നെ എന്റർടൈൻമെന്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രത്യേകിച്ച് ലോജിക്കൊന്നുമില്ല. നിങ്ങൾ സിനിമ കണ്ടാൽ നിങ്ങൾ ചോദിക്കും ഇതെന്താ ഫുൾ ടൈം ഇവിടെ ഇവരിങ്ങനെ. പിന്നെ ക്യാമ്പസ് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് എഞ്ചിനീയറിംഗ് കോളേജാണ്. ഹീസ് എ സിവിൽ എഞ്ചിനീയർ. അദ്ദേഹത്തിന് സിമെന്റും മറ്റേ സിമെന്റ് കുഴക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഓർക്കാസം വരുന്ന ഒരു ടീമാണ്. ആ ഒരു ബേസിലെ ക്യാരക്ടർ അത് എനിക്ക് ചെറുപ്പം തോന്നിയിട്ടുണ്ട്. ഈ സിമെന്റ് കുഴക്കും ഞാൻ കുഴച്ചിട്ടുണ്ട് പണിക്കാരുടെ കൂടെ. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമുള്ള സംഭവം. ബട്ട് ഇതേ സിമെന്റ് കുഴയും മറ്റേ പരിപാടി തന്നെ ചെക്കോഫ്സ് ഗണ്ണ് പോലെ അവസാനം ഉപയോഗിച്ചത് എനിക്ക് തീരെ കൺവിൻസിങ് ആയിട്ടില്ല. അത് ഒരു ഭയങ്കര ഒരു എന്താ, അത് സിനിമ കണ്ടാലേ മനസ്സിലാവും. അത് ഭയങ്കരമായിട്ട് ഫോഴ്സ്ഡ് ആയിട്ട് ചെക്കോഫ്സ് ഗൺ പരിപാടി നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അങ്ങനെ ഫോഴ്സ്ഡ് ആയിട്ട് ഉപയോഗിച്ച് അതൊന്നും കൺവിൻസിങ് ആയിരുന്നില്ല. അപ്പൊ ഞാൻ അധികം പറയുന്നില്ല. അപ്പൊ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് പൊട്ടേ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇതൊരു ഓളം പടമാണ്. ഓളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളെ കൂടെ ഒരു സെറ്റ് ഓഫ് ഓഡിയൻസും അതിന് ഉതകുന്ന തരത്തിലുള്ള ഒരു അടിപൊളി സിനിമ. അതായത് ആ ഒരു ജോൺറയ്ക്ക് അനുസരിച്ചുള്ള അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുന്ന അങ്ങനത്തെ ഓളമുള്ള സിനിമ കാണുന്ന സമയത്ത് ഭയങ്കര രസമാണ്. അപ്പൊ അങ്ങനെ ഞാൻ രസിച്ചിട്ടുള്ളൊരു സിനിമയാണത്. കാരണം എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ടാണ് പോണത്. പിന്നെ ഒരു ക്യാമ്പസ് ഫിലിമായി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമ പെട്ടെന്ന് അവിടെ കോൺഫ്ലിക്റ്റ് വരാം. ഒരു 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 മെയിലീഗോ ഒരു കൈൻഡ് ഓഫ് കോൺഫ്ലിക്റ്റ്. അവിടെയാണ് നമ്മുടെ ടൊവിനോ തോമസ് വരുന്നത്. ടൊവിനോ തോമസിന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പുള്ളി കുറച്ച് നാളായിട്ട് ചെയ്തു വരുന്ന അങ്ങനത്തെ ക്യാരക്ടറേ അല്ല. കുട്ടൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ. പുള്ളി ഒരു ലോക്കൽ സെറ്റപ്പുള്ള പക്ക ലോക്കൽ ഉത്സവം നടത്തുന്ന, പാട്ട് പാടുന്ന. എൻ്റെ നാട്ടിലൊക്കെ ഉണ്ട് പിന്നെ ഇങ്ങനത്തെ കുറേ ആൾക്കാർ. എൻ്റെ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നാട്ടുകാർ എൻ്റെ മേലെ കുതിരാൻ വരണ്ട, എല്ലാ നാട്ടിലും ഉണ്ട്. അതായത് സ്വയം വലിയ പാട്ടുകാരനാണെന്ന് വിചാരിക്കുകയും അതോടൊപ്പം തന്നെ പാട്ട് കമ്പോസ് ചെയ്യും, ഗാനമേള നടത്തുകയും ആൾക്കാരെ വിളിച്ചു കൂട്ടി ഉത്സവം നടത്തുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു പക്ക ക്യാരക്ടർ. ഇദ്ദേഹത്തിന് മറ്റേ ഈ പരിപാടിയുണ്ട്, ഏത് തോട്ട അറിയുന്ന പരിപാടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇദ്ദേഹത്തിന്റെ സിഗ്നേച്ചർ സാധനം. ട്രിവാൻഡ്രം ആണ്. അതിൽ ടൊവിനോ എന്നെ അത്ഭുതപ്പെടുത്തിയത് ട്രിവാൻഡ്രം സ്ലാങ് പുള്ളി ഓൾമോസ്റ്റ് വലിയ കുഴപ്പമില്ലാതെ പുള്ളി പിടിച്ചിട്ടുണ്ട്. ടൊവിനോയുടെ ക്യാരക്ടറിന് കൊടുത്തുള്ള ഇൻട്രോയും അത് കഴിഞ്ഞിട്ട് പുള്ളി കൊടുത്തുള്ള എലിവേഷനും പിന്നെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പുള്ള കിട്ടിലും കുറേ സീൻസ് ഉണ്ട്. അത് കിട്ടിലായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ടുണ്ട്. ടൊവിനോ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കിടിലൻ ക്യാരക്ടറാണ്. പിന്നെ അതിന് ഒരു കോമിക് ആയിട്ടുള്ള ഒരു സാധനം കൂടി ഉണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് കൂടുതലായിട്ട് വരുന്നത്. മൊത്തത്തിൽ പുള്ളി ആ സാധനം അടിപൊളിയായി ചെയ്തിട്ടുണ്ട്. പിന്നെ അറിയാലോ ഇവരൊക്കെ തമ്മിലുള്ള ഒരു ബന്ധം. ഇപ്പോൾ ടൊവിയായാലും ബേസിലായി കഴിഞ്ഞാലും വിനീത് ശ്രീനിവാസനായി കഴിഞ്ഞാലും ഇവരൊക്കെ ദേ ആർ ഓൾ ഫ്രം സെയിം സ്കൂൾ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു റിയൽ ലൈഫ് സാധനം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഈ സിനിമയ്ക്ക് വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും, അതായത് ഇതിൽ വിനീത് ശ്രീനിവാസൻ തന്നെയായിട്ടാ, ഷാൻ റഹ്മാനായിട്ട് തന്നെയാ. ഇപ്പം വിനീതിന്റെ ശിഷ്യയാണ് ബേസിൽ, പിന്നെ ടൊവിനോയും ബേസിൽ എങ്ങനെയാണ് നമുക്കറിയാം. അപ്പൊ ഇത് ഒരു ഇന്റർ ടെക്സ്റ്റാലിറ്റി ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതും കൂടെ കണക്ട് ആയാലേ പടം കണക്ട് ആവുള്ളൂ. വെറും പ്യുവർ ക്യാരക്ടേഴ്സ് ആയിട്ട് അങ്ങനെ കണ്ടു ഇതൊരു സിനിമയാണ്, അവര് വേറെ ലൈഫ് അങ്ങനെയല്ല. ഇതെല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് ഒരു മൊത്തത്തിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം എടുത്തുള്ള സിനിമയാണ്. അല്ല ഇതില് പ്രത്യേകിച്ച് അങ്ങനെ എന്താ പറയാ ലോജിക്കൽ റീസണിങ്ങോ ഇതൊരു റേഷണലായിട്ട് ചിന്തിച്ച് കാണേണ്ട സിനിമയൊന്നുമല്ല. എനിക്കതുകൊണ്ട് തന്നെ ഈ സിനിമ നന്നായിട്ട് ഓക്കായിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചില സീൻസ് എനിക്ക് നല്ല രീതിക്ക് ക്രിഞ്ച് അടിച്ചിട്ടുണ്ട്. ഞാൻ പറയാം ചെക്കോസ് കണ്ണ് മറ്റേ സിമെന്റ് സീന്. പിന്നെ അതുപോലെ തന്നെ ഇതിലെല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതായത് ബേസിലെ ഫ്രണ്ട്സ് ആയിട്ട് അഭിനയിച്ച് മറ്റേ പുള്ളിയും മറ്റേ ഹൃദയപൂർവ്വത്തിലെ പുള്ളിയും പിന്നെ അങ്ങനെ ഒരു ഹിന്ദിക്കാരനും അങ്ങനെയൊക്കെ, പിന്നെ ഡിലുലിന്റെ ഫ്രണ്ട്സും ഒക്കെ തന്നെ. പക്ഷെ അതിൽ ഒരു മറ്റേ ആ ഒരു ഫ്രണ്ട് ലാസ്റ്റ് കാര്യമായിട്ട് മിമിക്രി ആണ് സീനുണ്ട്, മറ്റേ കാക്കയുടെ എന്നെല്ലാം പറഞ്ഞിട്ട്. അതൊക്കെ ഓവർ ഡൂയിങ് ആയിരുന്നു.
ടുവേർഡ്സ് ക്ലൈമാക്സ് കുറച്ച് ഓവർ ഡൂയിങ് ഉണ്ടായിരുന്നു. പിന്നെ ദേവ്ജീനെ കൊണ്ടുവന്നിട്ട് ഇത് ഓൾറെഡി നമ്മൾ ഒരുപാട് റെഫറൻസസ് എടുത്തിട്ട് മടുത്തതാ. അതിപ്പോൾ പറയാൻ പറ്റില്ല എന്ന് പറയുന്നത്. ബട്ട് കുറേ റെഫറൻസസ് നല്ലതായിരുന്നു. അതായത് മറ്റേ ട്രെയിലറിൽ തന്നെയുള്ള ഉത്സവം നടത്താൻ നീയാരെ ജഗന്നാഥന ചോദിക്കുന്ന സാധനമൊക്കെ അങ്ങനത്തെ കുറച്ച് നല്ലതുണ്ടായിരുന്നു. ബട്ട് സെക്കൻഡ് ഹാഫിൽ കുറച്ച് സ്ഥലങ്ങളിൽ എനിക്ക് അൺവാണ്ടഡ് റെഫറൻസസ്, ഓൾസോ കുറച്ച് സ്ട്രെച്ചിങ്. 2 മണിക്കൂർ 40 മിനിറ്റാണ് സിനിമ, 2 മണിക്കൂർ 38 മിനിറ്റ് എക്സാക്ട്ലി. പക്ഷെ അതിൽ കുറച്ച് സ്ട്രെച്ചിങ് ഉണ്ടായിരുന്നു. ബട്ട് വിനീത് ശ്രീനിവാസനും ഷാനും തമ്മിലുള്ള കോമ്പിനേഷൻ, ഷാൻ ഈസ് എ നൈസ് ആക്ടർ. അതായത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യും പുള്ളി. ഞാൻ ഓൾറെഡി വർഷങ്ങൾക്ക് ശേഷം കണ്ട സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പുള്ളിക്ക് ഓൾറെഡി ഇപ്പോൾ പടങ്ങളില്ലാത്തതുകൊണ്ട്, ഐ മീൻ ധാരാളമായിട്ട് പുള്ളിക്ക് ഇപ്പോൾ പഴയ പോലെ പുള്ളി പടങ്ങൾ ചെയ്യുന്നില്ലല്ലോ. ബീങ് എ മ്യൂസിക് ഡയറക്ടർ, പുള്ളി ആക്ടിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഈസ് എ നൈസ് ആക്ടർ. പുള്ളിക്ക് നല്ല ടൈമിംഗ് ഉണ്ട്, കറക്റ്റായിട്ട് കോമഡി സാധനം പരിപാടി ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്പെഷ്യലി പിന്നെ അവർ പേഴ്സണലി അറിയാവുന്നതായിരിക്കാം വിനീതും ഷാൻ റഹ്മാനൊക്കെ ആയിട്ട്. അപ്പം അങ്ങനെയാണ്. പക്ഷെ ഇതിലെ കോർ ഇമോഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ എത്രമാത്രം ഇവർ കൺവിൻസിങ് ആയിട്ട് ചെയ്തു എന്നുള്ളതിൽ എനിക്ക് അത്ര തോന്നിയിട്ടില്ല. അതായത് നമുക്കൊരു കണ്ണ് നിറയണ്ടേ, നമുക്കിത് ഈ ഒരു സാധനം അത് അക്കംപ്ലിഷ് ചെയ്ത്, അതായത് ഇവരെ ആ ട്രോമ അത് മാറി അക്കംപ്ലിഷ് ചെയ്തുള്ള ആ ഒരു ബ്രദർഹുഡിന്റെ ആ സാധനം അതൊന്നും എനിക്ക് അത്ര കൺവിൻസിങ് ആയിട്ടേ ഇല്ല. ബട്ട് ദിസ് ഈസ് എൻ ഓളം. ഒരു ഓളത്തിലിങ്ങനെ, അതായത് ഒരു ഓളത്തിലിങ്ങനെ കാണും. ടൊവിനോയുടെ വൈഫായിട്ട് മറ്റേ സറിൻ ഷിഹാബ് ഉണ്ട്. പിന്നെ ലോഡ്സ് ഓഫ് ക്യാമിയോസ്, ശാന്തി വിള ദിനേശുണ്ട്, അഴക്ക ചേർക്കാൻ പറഞ്ഞിട്ട് പുള്ളി നോവറാക്കാണ്ട് പുള്ളിയെ വിട്ടിട്ടൊന്നുമില്ല. പിന്നെ മഹേഷ് കുഞ്ഞിമോൻ എനിക്ക് പേഴ്സണലി ഭയങ്കര എൻ്റെ ഫേവറേറ്റ് ആണ്. ദ ഗോട്ട് മിമിക്രി ആർട്ടിസ്റ്റ് ഇൻ കേരള മഹേഷ് കുഞ്ഞുമോനുണ്ട്. അതൊരു വിനീതമായിട്ടുള്ള ചില സാധനങ്ങളൊക്കെ ഉണ്ടാകും, ഭയങ്കര രസമാണ്. അങ്ങനെ കുറേ ക്യാമിയോസ് ഉണ്ട്. കാട്ടാക്കടനുണ്ട്. പുള്ളി ട്രവേൻഡ്രസ് സ്ലാങ് സംസാരിച്ചാൽ കൊളാക്കിയിട്ടൊന്നുമില്ല. പുള്ളിക്ക് കുറച്ച് സീൻസേ കൊടുത്തുള്ളൂ, പുള്ളി ചെയ്തിട്ടുണ്ട്. പിന്നെ ഷഹൻഷാ അല്ല, മറ്റേ എന്താ ഷെറിൻ ഷാ, മറ്റേ ഹൈറ്റുള്ള പുള്ളിയില്ലേ, മറ്റേ ഗൗരിലക്ഷ്മിയുടെ അഭിനയിച്ച്, പുള്ളിക്കൊരു ആൽഫാമയിലായിട്ട്. പിന്നെ കുറേ ക്യാരക്ടേഴ്സ്, ഒരുപാട് നടന്മാരുണ്ട്, എല്ലാവരും കൂടെ പ്ലേസ് ചെയ്തിട്ട്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ എനിക്ക് പേഴ്സണലി ഒരു കിഡ്ൽ എൻ്റർടൈൻമെൻറ്റാണ്. ഇത് ഞാൻ പറയില്ല, ഇതിൽ ഒരു ഫ്ലോസും ഇല്ലാത്ത ഒരു പെർഫെക്റ്റ്, ഒരു അസാധ്യ ഇമോഷണൽ കണക്റ്റായ, എല്ലാ മേഖലയിലും എന്താ പറയുക, ടെക്നിക്കലി ഞാൻ പറയുന്നത് അങ്ങനെയൊന്നുമില്ല. ഇതിൽ കുറേ ഫ്ലോസ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇതിൽ നല്ല രീതിക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അത് കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഇതിൽ മഡ്രൈസ് ആയി കഴിഞ്ഞാലും മറ്റ് പരിപാടി ആയി കഴിഞ്ഞാലും, അതുപോലെ തന്നെ ഈ ക്യാമ്പസിലെ പരിപാടികളിൽ ഞാൻ നേരത്തെ ഏർലിയർ ഞാൻ പറഞ്ഞില്ലേ, ക്രൗഡിനെ വെച്ചിട്ട്, റിയൽ ക്രൗഡിനെ വെച്ചിട്ട്, CGI മറ്റേ പരിപാടിയൊന്നുമല്ല, റിയൽ ക്രൗഡിനെ വെച്ച് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ഡേയ്സ് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും എല്ലാം മൊത്തം വെച്ചിട്ട് അതിനുള്ളൊരു പരിപാടി ഉണ്ട്. ഇതൊരു പ്യുവർ യൂത്ത് എൻ്റർടൈൻമെൻറ്റ്. അതായത് ഒരു ക്യാമ്പസിൻ്റെ പരിപാടി തുടങ്ങി മെയിൽ ഈഗോയിലേക്ക് പോയി, അതിലവസാനം അതിൽ ഞാൻ പറഞ്ഞില്ലേ കുറേ ഇലോജിക്കലുള്ള പരിപാടിയും. നമ്മളിപ്പം എസ്പെഷ്യലി ജിയോ ബേബി ചെയ്ത കഥാപാത്രം കണ്ടു, ഒരു എസ് ഒക്കെ ആയിട്ട്. അതിന് യാതൊരു അടിസ്ഥാനമില്ല. ഒരു ഇങ്ങനെയൊന്നുമല്ല. വിനീത് ശ്രീനിവാസനെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്നത് അങ്ങനത്തെ ആയിരുന്നു കേരളത്തിലില്ല. അത് ഒരു ക്യാരക്ടറാണ്. പിന്നെ പക്ഷെ ആ സിറ്റുവേഷൻ്റെ സീരിയസ്നെസ് നോക്കുന്ന സമയത്ത് അങ്ങനെ ബിഹേവ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ടാക്കിൾ ചെയ്യാന്നേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റോറി വെച്ചിട്ട്. പക്ഷെ അങ്ങനത്തെ സ്റ്റോറി അല്ല ഇത്, മനസ്സിലായില്ലേ? അത് പണ്ട് മറ്റേ ഇതിലുണ്ടല്ലോ, സന്മനസ്സുള്ള സമാധാനത്തിൽ വരുന്ന ശ്രീനിവാസന്റെ ഇതുണ്ടല്ലോ. പിന്നെ പേഴ്സണലി ഐ ഹാഡ് രോമാഞ്ചം. എൻ്റെ ധ്യാൻ ശ്രീനിവാസനെ പറഞ്ഞപ്പോൾ, ശ്രീനിവാസന്റെ മോനാണോ ചോദിക്കുമ്പോൾ മറ്റേ ഇന്റർവ്യൂ കൊടുക്കണോ ചോദിക്കേണ്ട സീൻ, അതിൽ ഐ ഹാഡ് ഗൂസ് ബംസ്. ദാറ്റ്സ് ധ്യാൻ. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ കുറേ പറയേണ്ടി വരും. ഇത് പറഞ്ഞ് ദീർഘിപ്പിച്ച് പോകുന്നില്ല. ഞാൻ പ്രീമിയർ ഷോ ആണ് കണ്ടത്. പിന്നെ ഐ അപ്രീഷിയേറ്റ് ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ദിസ് ഫിലിം. അത് അനന്തമായി കഴിഞ്ഞാലും ബേസിലായി കഴിഞ്ഞാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 പ്രീമിയർ ഷോ ഇറക്കിയുണ്ടെങ്കിൽ കുറച്ചൊരു ചങ്കൂറ്റം വേണം. നല്ല പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂസ് മൊത്തം ഇതിൻ്റെ റിവ്യൂ ഇന്ന് രാത്രി പറഞ്ഞല്ലോ, എത്ര ലേറ്റ് ആയാലും പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരാൾക്ക് ഒരു പടം പ്രീമിയർ ഷോ വെക്കാൻ പറ്റുമോ? പ്രീമിയർ ഷോ വെച്ച പടങ്ങൾ ഏതെങ്കിലും നോക്കിക്കേ. DSR കിണ്ണം കച്ചിയ സാധനമല്ലേ, അതവരെ കോൺഫിഡൻസാ. അല്ലെ പിറ്റേ പ്രീമിയർ ഷോയിൽ തന്നെ ഇതിന്റെ വെർഡിക്റ്റ് വരും, കൺക്ലൂഷൻ വരും. ദുരന്തർ 2 പ്രീമിയർ ഷോ വെച്ച പടം ദുരന്തറായിട്ടൊന്ന് കമ്പയർ ചെയ്യില്ലേ? ദുരന്തർ 2
ഒക്കെ വെച്ചിട്ടുണ്ട് പ്രീമിയർ ഷോ. പിന്നെ പ്രേം സാറിന്റെ പടം പ്രീമിയർ ഷോ വെച്ചായിരുന്നു. അത് നോർത്തിൽ ഹിറ്റാണ്, കേരളത്തിലാരും കണ്ടിട്ടുമില്ല. പിന്നെ അതിന് ശേഷം മലയാളം പടം പ്രീമിയർ ഷോ വെച്ച് ഞാൻ കാണുന്നത്, അതായത് പബ്ലിക്കിന് പ്രീമിയർ ഷോ, അല്ലാതെ മറ്റേ വനിതാ വിനിതയിലല്ലേ ഏതെങ്കിലും മറ്റേ സ്വന്തം മറ്റേ ഹോം തിയേറ്ററിലോ പ്രീമിയർ ഷോ വെക്കുന്ന കാര്യമില്ല ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രീമിയർ ഷോ വെക്കണമെങ്കിൽ ചില്ലറ ചങ്കൂറ്റൊന്നും പോരാ. കാരണം ഇപ്പൊ എനിക്ക് തന്നെ ഈ പടം തീരെ വർക്കായില്ലെങ്കിൽ ഞാൻ തേച്ച് അരച്ച് കയ്യിൽ കൊടുക്കൂലേ. സോ വൺസ് അഗൈൻ ഐ റിയലി അപ്രീഷിയേറ്റ് ദെയർ ഗേഡ്സ് ഒരു പ്രീമിയർ ഷോ വെച്ചതിൽ. ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് വിത്ത് ദ ഓഡിയൻസ്. നല്ല ഓളത്തിൽ, നല്ല രസത്തിൽ. പിന്നെ കൺസിഡറിങ് ദ കണ്ടംപററി കോണ്ടെക്സ്റ്റ്, ദ കറണ്ട് സിനാരി ഓഫ് മലയാളം സിനിമ, ഒരു ക്യാമിയോ ഉണ്ടായിരുന്നു. തിയേറ്ററിൽ നിന്ന് കത്തി, ലിറ്ററിൽ നിന്ന് കത്തി. ദ മോസ്റ്റ് വാല്യുബിൾ. അതാരാണെന്ന് ഞാൻ പറയുന്നില്ല, ഇൻസ്റ്റാ പിള്ളേർ ഓൾറെഡി അടിച്ചു വിട്ട് കാണും.